കണ്ണൂർ നിയമസഭാ മണ്ഡലം ഇത്തവണ ആർക്കൊപ്പം? എല്ലാവർക്കും അറിയാം, കണ്ണൂർ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ഇത്തവണ. ഇപ്പൊ നിലവില് സ്റ്റാർ വാല്യുള്ള ചാനലുകളിലൊക്കെ ഭയങ്കര ഇതുള്ള ഒരു മണ്ഡലമാണ്. കെ സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച. അതിന്റെ പേരിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായത് കണ്ണൂര്. അല്ലെങ്കിലും ശ്രദ്ധാകേന്ദ്രമാണ്. കാരണം 1745 വോട്ടാണ് 2021 കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ലീഡ്. സതീശൻ പാച്ചേനിയായിരുന്നു എതിര്. സതീശൻ പാച്ചേനി അറിയാം, പണ്ട് മലമ്പുഴയിൽ പോയി മത്സരിച്ച് DF വിറപ്പിച്ചതാണ്. ആ സാധുവിന് 2016 ഇതുപോലെ 1196 വോട്ടിന് തോൽക്കേണ്ടത്. പാവം ഓരോരുത്തര നിർഭാഗ്യമാണ്. കാരണം കണ്ടില്ല, 1196 1745 മലമ്പുഴയിൽ 5000-6000 വോട്ടിന് അദ്ദേഹം തോറ്റത്, അതും VS അച്യുതാനന്ദനോട്. ഭാഗ്യമില്ല, നിയമസഭ കാണാൻ അദ്ദേഹം മരിച്ചു. കോൺഗ്രസിന് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇത്തവണത്തെ ഇത് പറഞ്ഞാല് എല്ലാവർക്കും കഴിഞ്ഞ 2 തവണ അതിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗിന്. ആ തരംഗത്തിൽ പോലും 1745 വോട്ടിനാണ് ഇടതുപക്ഷം ജയിച്ചത്. അപ്പൊ ഇത്തവണ UDF സാധ്യത കൂടുതൽ ചർച്ചയുണ്ട്. UDF നല്ല സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ, അതായത് കെ സുധാകരന് എല്ലാവർക്കും അറിയാം, കണ്ണൂരില് എന്നല്ല കേരളത്തിൽ തന്നെ ഇന്ന് നിലവില് കോൺഗ്രസ് അണികൾക്കിടയിലെ ഒരു വികാരമാണ് കെ സുധാകരൻ. അതേ കെ സുധാകരന് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF സാധ്യതകളെ കെടുത്തിക്കളയുമോ എന്ന് പോലും ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. കാരണം കെ സുധാകരൻ MP സ്ഥാനം രാജിവെച്ചാൽ ഒരു സംശയം വേണ്ട, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ആക്രാന്തം അല്ലെങ്കിൽ ഒരു അലച്ച എന്നൊക്കെ ഒരു അങ്ങനെ വരുന്ന ഒരാള് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് അലപ്പാണ് മന്ത്രിസഭ. അങ്ങനെ ഒരു ചിന്തയില് നെഗറ്റീവ് വോട്ട് കോൺഗ്രസിന് വിടാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ ആ വരവ്. പക്ഷെ അദ്ദേഹം വന്നാലില്ലെങ്കിലും നമ്മുടെ കാഴ്ചയില് അടുത്ത വർഷത്തിന് ഈ പ്രാവശ്യം ഒരു ചാൻസ് ഇല്ല, UDF ചാൻസ് ഇല്ല. കെ സുധാകരന് പകരം റിജിൽ മൂക്കുറ്റി വരുമോ എന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനും ഒരു സാധ്യത കാണുന്നുണ്ട്. നല്ലൊരു യുവ നേതാവാണ്. ആദ്യഘട്ടത്തില് കണ്ണൂർ കോർപ്പറേഷനിൽ അദ്ദേഹം ജയിച്ചത് എല്ലാവർക്കും അറിയാം. പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇടതുപക്ഷത്തിന് വേണ്ടി നിൽക്കോ എന്നും പറയാൻ പറ്റില്ല. പ്രായതിക്കും നിൽക്കൂലെന്ന് കേൾക്കുന്നുണ്ട്, നിൽക്കുന്നു കേട്ടു. ഇനിയിപ്പോ അദ്ദേഹം നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം മാറി ആ സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും എന്താണ് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഇന്ത്യ ഒരു കാഴ്ചയില് അവിടെ എന്ത് തന്നെ ഇത് മത്സരം നടന്നാലും ഇപ്പോഴത്തെ ഇടത് വിരുദ്ധ തരംഗം അലയടിക്കുന്നതുകൊണ്ട് ഈ 1750 വോട്ടൊക്കെ വളരെ ഈസി ആയിട്ട് മറികടക്കും. പക്ഷെ ഈ ഒരു പ്രശ്നം കെ സുധാകരന്റെ, അത് കെ സുധാകരന് നല്ല ബുദ്ധിയുള്ള ആളാണ്, രാഷ്ട്രീയം അറിയാം ഒക്കെ അറിയാം. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ ഒരു പെരുമാറ്റം ഇദ്ദേഹത്തിനൊക്കെ ഉണ്ടാകുമ്പോ ഭയങ്കര, നമ്മളൊക്കെ നടക്കുമ്പോൾ UDF പ്രവർത്തകർക്ക് ഭയങ്കര വിഷമം. അദ്ദേഹത്തിന് ഇവിടെ ആർക്കും എതിർപ്പൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വേണോ എന്നുള്ളൊരു ചിന്ത. എന്ന് മാത്രമല്ല, അദ്ദേഹം കണ്ണൂര് പാർലമെന്റിൽ നിന്ന് രാജിവെച്ച് നിയമസഭയിൽ ജയിക്കുന്ന ഉറപ്പാണ്. പക്ഷെ ആ പാർലമെന്റ് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്തുണ്ട്. അപ്പോ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.